ഹലോ, വെൽക്കം ടു നിയാസറാസ് കുക്ക് ബുക്ക്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. മട്ടൻ ചട്ടി ബിരിയാണി. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപായി ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബിരിയാണിക്കായി ആദ്യം തന്നെ മട്ടൻ ഒന്ന് വേവിച്ചെടുക്കണം. ഇവിടെ ഞാൻ 1 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. ചട്ടി ബിരിയാണി ആയതുകൊണ്ട് തന്നെ വളരെ കുറവ് ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത്. മട്ടൻ നന്നായി കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പച്ചമുളക് ചതച്ചതും 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എന്നിവ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 നാരങ്ങയുടെ പകുതിയും പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇനി കൈകൊണ്ട് ഇവയെല്ലാം നന്നായി മിക്സ് ചെയ്ത് നന്നായി തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് ഉപ്പും പുളിയും പിടിക്കാനായിട്ട് മാറ്റിവെക്കാം. ഇനി അരി ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഇതിനായിട്ട് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ 1.5 കപ്പ് അരി നന്നായി കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാനായിട്ട് ഒരു അരമണിക്കൂർ നേരം വയ്ക്കുന്നുണ്ട്. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടനിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയം തന്നെ അരി ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനായി 1.5 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളക്കുമ്പോൾ നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ വെള്ളം നന്നായി തിളക്കുന്നുണ്ട്. ഇനി അരി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അരി പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു പകുതി നാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട്. ഇതൊരു 1/4 ഭാഗം വേവിച്ചിട്ട് ഒന്ന് വെള്ളം ഊറ്റിയെടുത്തിട്ട് ദം ചെയ്യാനാണ് പോകുന്നത്. അരി വേവിച്ചെടുക്കുന്ന അതേ സമയം തന്നെ ഞാൻ മസാലയും റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അത്യാവശ്യം വലിയൊരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെയാണ് നമ്മൾ ബിരിയാണി ദം ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള ഒരു ലൈറ്റ് ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഞാൻ സവാള നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പച്ചമുളക് ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നത് വരെ വഴറ്റണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. നെയ്യ്ക്ക് പകരം വെളിച്ചെണ്ണയും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഇതിൽ ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല. ഇപ്പോൾ ഞാൻ മസാലയെല്ലാം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ കൂടി ചേർത്തിട്ട് ഇവയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം തന്നെ ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി ചെറുതായി അരിഞ്ഞതും കുറച്ച് പുതിനയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് കൂടി ചേർത്തിട്ട് നമുക്കിത് ദം ചെയ്യാം. ഇതിനായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സവാളയും കശുവണ്ടിയും ഉണക്കമുന്തിരിയും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പുതിനയും മല്ലിയിലയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്തിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്.
ഇത് ചോറിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇനി ചോറിൻ്റെ ഫസ്റ്റ് ലെയറിന് മുകളിലായിട്ട് 1 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് റോസ് വാട്ടറിൽ യെല്ലോ ഫുഡ് കളർ ചേർത്തിട്ട് അതും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിനു മുകളിലായി പൊരിച്ചു വെച്ചിരിക്കുന്ന സവാളയും കശുവണ്ടിയും ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ബാക്കിയുള്ള ചോറ് കൂടി ഇതിന് മുകളിലിട്ടിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ നെയ്യും തൈരും റോസ് വാട്ടറും അതുപോലെ തന്നെ കശുവണ്ടിയും മുന്തിരിയും ഒക്കെ പൊരിച്ചതും എല്ലാം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിത് ഒരു സിൽവർ ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് ആ ചട്ടിയുടെ ലിഡ് വെച്ച് അടച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ദം ചെയ്തെടുക്കാൻ പോവുകയാണ്. ഈ സിൽവർ ഫോയിലിന് പകരം വാഴയില യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറും ആ ഒരു സ്മെല്ലൊക്കെ കിട്ടും. അപ്പോൾ വാഴയില കയ്യിലുള്ളവർ അത് ഉപയോഗിക്കാം. 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ദം ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അങ്ങനെ വെച്ചു. പിന്നീട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈദ് സ്പെഷ്യൽ മട്ടൻ ചട്ടി ബിരിയാണിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.